പ്രവൃത്തിയും ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ മതി. ഇത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം കിട്ടുമെന്ന് ധരിക്കരുത്. ചിലരൊക്കെ ചിന്ത പ്രാർത്ഥിച്ച കാര്യങ്ങളെ നടക്കത്തില്ല, ചില കാര്യങ്ങളൊക്കെ നടക്കും, ചിലതൊന്നും നടക്കത്തില്ല കേട്ടോ. വളരെ ശ്രദ്ധിച്ചു. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം, നിങ്ങളുടെ പ്രവൃത്തികളെയും ദൈവനാമത്തോട് കാണിച്ച സ്നേഹത്തെയും പിന്നെ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതും മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള നിങ്ങളുടെ പ്രവൃത്തി. നിങ്ങൾ പ്രവർത്തിച്ചോ കർത്താവിന് വേണ്ടി? കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചോ? സ്തോത്രം. പറയാമതെ, ഞാൻ കഴിഞ്ഞ മാസം 2 വീട്ടിൽ പോയി, കഴിഞ്ഞ മാസം ഞാൻ സുവിശേഷ വേല ചെയ്തു, ഇന്നടത്തെല്ലാം പോയി, ഇത്ര പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞാൻ അടുത്ത വർഷം ഇന്ന കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെ നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിച്ചോ? പിന്നെ അങ്ങനെ ദൈവം നിങ്ങളെ ഓർക്കുന്നത്. ഈ പ്രവർത്തിച്ചോരെ ഓർക്കുമെന്ന് അവിടെ എഴുതി വെച്ചേക്കുന്നത്. നിങ്ങളുടെ പ്രവൃത്തികളും പിന്നെ ദൈവനാമത്തോട് നിങ്ങൾ കാണിച്ച സ്നേഹം. സുവിശേഷ വേലയെ സ്നേഹിച്ചോ? സ്തോത്രം. സുവിശേഷ വേലയെ സ്നേഹിച്ച് എന്തെങ്കിലും ചെയ്തോ? നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അല്ലേ? കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് വേണ്ടി, വീട്ടിലെ കാര്യത്തിന് വേണ്ടി, നമ്മുടെ വിടുതലിന് വേണ്ടി, രോഗസൗഖ്യത്തിന് വേണ്ടി. ഇവിടെ അതല്ല പറഞ്ഞത്. നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി എന്ത് ചെയ്തു? ദൈവനാമത്തെ എത്രമാത്രം സ്നേഹിച്ചു? അതിനുവേണ്ടി നിങ്ങൾ എന്ത് പ്രവർത്തിച്ചു? പറയാൻ പറ്റുമോ? ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ആത്മാക്കളെ നേടി, ഞാൻ വീട്ടിൽ പോയി, ഞാൻ അത് ചെയ്തു. എന്തെങ്കിലും പറയാനുണ്ടോ നമുക്ക്? ദൈവനാമത്തോട് കാണിച്ച സ്നേഹം, പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ, പിന്നെ ദൈവവേലയിൽ മുന്നോട്ട് വന്ന ഭക്തന്മാരെ ശുശ്രൂഷിച്ചതും ദൈവം മറക്കത്തില്ല. ദൈവം ശുശ്രൂഷിച്ചായിരുന്നോ? പാർഷയുടെ തിരക്ക് വീട്ടിൽ വരികയും മറ്റുള്ള വിശ്വാസികളുടെ വീട്ടിൽ പോയി അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുകയും അവരുടെ വേദനകൾ തിരിച്ചറിയുകയും അവർക്ക് വേണ്ടി ആത്മീയവും ഭൗതികമായ ശുശ്രൂഷ ചെയ്തായിരുന്നോ? ജോലിയും കഴിഞ്ഞു വന്ന് കിടന്നുറങ്ങുമല്ലായിരുന്നോ? സ്തോത്രം പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും ചെയ്തോ? ഹല്ലേലൂയ പറ. ശുശ്രൂഷിച്ചതും ഞാൻ മറക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇവിടെ വന്ന് ആരാധന കൂടി വെച്ച് പോയതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്ക് ഗ്യാരണ്ടി ഇല്ല. എന്നോട് നാളെ ഒന്നും പറയല്ല കേട്ടോ, പാസ്റ്റർ അവിടെ വന്ന് ആരാധിച്ചിട്ട് എനിക്ക് വിടുക. ഇങ്ങനെ ചെയ്യണം. ഒന്ന്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം. എബ്രായ ലേഖനക്കാരൻ പറയാണ്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമക്കളെ ഒരിക്കലും കർത്താവ് മറക്കത്തില്ല. പറയാൻ പറ്റുമോ? ദൈവസഭയ്ക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു, അതിനുവേണ്ടി അധ്വാനിച്ചു, ആ വേല ഞാൻ ഏറ്റെടുത്തു, അതിനുവേണ്ടി സാമ്പത്തികമായി കൊടുത്തു, ആ വേലയിൽ ഉള്ളവരെ എല്ലാം ഞാൻ ശുശ്രൂഷിച്ചു, അതിനുവേണ്ടി ഞാൻ പ്രവർത്തിച്ചു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ വചനം പറയുന്നു, നിങ്ങളെ ഒരിക്കലും കർത്താവ് മറക്കത്തില്ല. നിങ്ങളെ ഒരിക്കലും കർത്താവ് മറക്കത്തില്ല. ഇതൊന്നും ചെയ്യാതെ നമ്മളിവിടെ വന്ന് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയുണ്ട്. എന്തിനാണെന്നറിയോ? എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ കുട്ടികൾ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ ജോലി കൂടണം, എൻ്റെ വിസ അടിച്ച് കിട്ടണം, എനിക്ക് കാര്യങ്ങളൊക്കെ നടക്കണം. അവരെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞത്. സ്തോത്രം. ഒന്നുകൂടെ വായിച്ചു കേൾപ്പിച്ച്. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം. എന്ത് പ്രവൃത്തിയാ? ദൈവനാമത്തോട് കാണിച്ച സ്നേഹവും പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതും ആ പ്രവൃത്തിയും ദൈവം ഒരിക്കലും മറക്കത്തില്ല. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു കാര്യം കൂടി ചോദിക്കുക, ഒരു തീരുമാനം എടുക്കാവോ? ഞാൻ ഇന്ന് തൊട്ട് ദൈവസഭയ്ക്ക് വേണ്ടി ചില പ്രവർത്തനങ്ങൾ മുന്നോട്ട് വന്ന് ഞാൻ ചെയ്യും. പറ്റുമോ? ഇനി ഒരു കാര്യം കൂടെ, ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്യാൻ പോകുന്നവരെ തടയരുത്. ചെയ്യാൻ പോകുന്നവരെ ചില പെണ്ണുങ്ങളുണ്ട് വീട്ടിൽ ഇരുന്നുള്ള ആണുങ്ങൾ പോയ ഉടനെ
ഞങ്ങള് കൊച്ചുങ്ങളെ നോക്കത്തില്ല, എന്നെ നോക്കത്തില്ല, അത് വേണ്ട ഇത് വേണ്ട. എന്ത് ചെയ്തു? കുഞ്ഞെ, അതൊക്കെ ദോഷമാണ്. ഞാൻ പറഞ്ഞേക്കാം. ദൈവത്തിന്റെ വചനം പറഞ്ഞു കേട്ടോ, നിനക്കൊരാപത്ത് വരുമ്പോൾ നിന്നെ ദൈവം ഓർക്കണമെങ്കിൽ, നിന്റെ വിഷയത്തെ ദൈവം ഓർക്കണമെങ്കിൽ, നിന്റെ പ്രാർത്ഥനയെ ദൈവം ഓർക്കണമെങ്കിൽ, നിന്റെ തലമുറയെ ദൈവം ഓർക്കണമെങ്കിൽ, കർത്താവിന് വേണ്ടി നീ അധ്വാനിച്ചാൽ ദൈവം നിന്റെ തലമുറയെ മറക്കത്തില്ല, നിന്നെ മറക്കത്തില്ല, നിന്റെ ആവശ്യങ്ങളെ മറക്കത്തില്ല. നീ മുട്ടുമടക്കിയാൽ ദൈവം മാറിപ്പോകത്തില്ല. സ്തോത്രം പറഞ്ഞ്. അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, അല്ലാത്തത് എനിക്ക് ഗ്യാരണ്ടി ഇല്ല കേട്ടോ. സ്തോത്രം പറഞ്ഞ്. ഇപ്പൊ ദൈവം എന്നെ ഓർത്തോളൂ. ചിലർ പറഞ്ഞു ദൈവം നിങ്ങളെ ഓർക്കത്തില്ല. ദൈവം ഇവിടെ ഓർക്കുന്നത് ഇവരെയാ ഓർക്കുന്നത്. ആര്? തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും അതിനുവേണ്ടി പ്രവർത്തിച്ചവരെയും തൻ്റെ വേലയിലുള്ള വിശുദ്ധന്മാരെ ഒക്കെ ശുശ്രൂഷിക്കുകയും ചെയ്തവരെ ദൈവം ഒരിക്കലും മറക്കില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കൂട്ടുവിശ്വാസികളെ നിങ്ങൾ ഓർക്കുവോ? അവരെ ഒന്ന് വിളിച്ച് നിങ്ങളുടെ വിഷയങ്ങളൊക്കെ തിരക്കുവോ? ചിലര് അവനവന്റെ കാര്യം, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ഭർത്താവ്, അപ്പുറത്തോട്ട് ഞങ്ങൾ യാതൊരു ബന്ധവുമില്ല. പള്ളിയിൽ ചെല്ലുമ്പം അല്ലേ, ചിലത് ചിരിക്കത്ത് പോലും ഇല്ല. അടുത്തൊരു വിശ്വാസിയെ കണ്ട ഒന്ന് ചിരിക്കുവോ, എന്തുകൊണ്ട് സിസ്റ്ററെ ഒന്ന് ചോദിക്കുവോ, 10 മിനിറ്റ് വർത്താനം പറയോ, അതുപോലും ചെയ്യും. ശുശ്രൂഷിച്ചെന്ന് എഴുതി വെച്ചേക്കുന്ന കണ്ടോ? സ്തോത്രം പറഞ്ഞത്. അവർക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ ശുശ്രൂഷിക്കണ്ടേ? അവരുടെ ഭാരങ്ങളിൽ ഇറങ്ങിച്ചെല്ലണ്ടേ? അതല്ലേ വിശ്വാസ ജീവിതം. സ്തോത്രം. അത് എപ്പോഴും ഈ TV കാണുന്ന പോലെ അനുഗ്രഹവേ, അത് ഞാനിപ്പോ പറയാൻ പോവാ. അനുഗ്രഹവേ അനുഗ്രഹം, അനുഗ്രഹവേ അനുഗ്രഹം. സ്തോത്രം. എന്താണ് അനുഗ്രഹം എന്നൊന്നും വായിക്കാറുമില്ല, ചിന്തിക്കാറുമില്ല. ഇതങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹം അനുഗ്രഹം അനുഗ്രഹം. സ്തോത്രം. എന്താ ഉദ്ദേശിക്കുന്നറിയോ? സാമ്പത്തികമായി ഉദ്ദേശിക്കുന്നതല്ല. സാലറി കൂടണം, കുഞ്ഞുങ്ങളെ വലിയ വിദ്യാഭ്യാസം വേണം, എന്ത് ചെയ്യണം, സംഗതിയൊക്കെ അനുഗ്രഹമേ അനുഗ്രഹം. അതാ അനുഗ്രഹത്തെ കുറിച്ച് ഒരു വാക്കൂടെ ഞാൻ പറയാം. ഞാൻ മിസൈലോട്ട് കയറുക കേട്ടോ. ഉൽപ്പത്തി 9-ാം അധ്യായം. 9-ാം അധ്യായം. നിങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്തിരുന്ന്, ഇവരെ ഈ പുള്ളി ഇങ്ങോട്ട് കയറ്റിയിരുത്തിക്കേ, ഇങ്ങോട്ട് കയറ്റിയിരുത്തിക്കേ. ആ പുള്ളി അങ്ങോട്ട് മാറിയിരുന്നേ, അങ്ങോട്ട് മാറിയിരുന്നോ കേട്ടോ. ഓക്കെ, രണ്ടുപേരും ഒരുമിച്ചിരിക്കരുത് കേട്ടോ. ഓക്കെ. എന്ന് വെച്ചാൽ നിങ്ങൾ വലിയ ആത്മാർത്ഥതയുള്ള സ്നേഹിതന്മാരാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ഇച്ചിരി അകന്നിരിക്കുന്നത് നല്ലതാണ്. കോൺഗ്രസ് പാർട്ടിഷും തമ്മിലെ ശരിയല്ല. ഓക്കെ, വായിച്ചാട്ടെ. 9-ാം അധ്യായം. ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ സന്താനപുഷ്ടി ഉള്ളവരായി പെരുകി ഭൂമിയിൽ നിറവീൻ. അനുഗ്രഹം വേണോ? സ്തോത്രം അല്ലേ? അനുഗ്രഹം വേണോ? സ്തോത്രം പറഞ്ഞ്. അനുഗ്രഹം വേണ്ടിയവർക്കൊക്കെ ദൈവം തരും കേട്ടോ. ഓക്കെ, അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. നോഹയ്ക്ക് ദൈവം അനുഗ്രഹം കൊടുത്തു, അബ്രാഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. ആമേ. ഈ 90-ാം സങ്കീർത്തനം മോശ മരിച്ചപ്പം തൻ്റെ സഹോദരനായ അഹറോൻ ആ ശവത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് പാസ്റ്റർ വായിച്ച. അതിനകത്ത് ആ 12-ാമത്തെ വാക്യം നിങ്ങൾ അടി വരയിട്ടേക്കണം. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. നാളുകളെ എണ്ണു. നാളുകളെ എണ്ണാറുണ്ടോ? ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? 10 എത്രയായി? 15. ഈ 15 വർഷത്തിനോടൊക്കെ കർത്താവിന് വേണ്ടി എന്തെല്ലാം ചെയ്തു? ഞാൻ എൻ്റെ കണക്ക് ഒന്ന് പഠിപ്പിച്ചേക്കാം പെട്ടെന്ന് കേട്ടോ. ഒരു ദിവസം മാത്രം നമുക്ക് നോക്കാം. ഒരു ദിവസത്തിന് എത്ര മണിക്കൂറുണ്ട്? 24. 8 മണിക്കൂർ ഉറക്കം, 8 മണിക്കൂർ ജോലി. എത്ര പോയി? 16. ബാക്കി എത്രയുണ്ട്? ആ 8 മണിക്കൂർ ഒന്ന് എണ്ണിക്കേ. ആ 8 മണിക്കൂറിനകത്ത് കുക്കിങ്ങിന് സമയമെടുത്തു, കുളിക്കാനും നനയ്ക്കാനും സമയമെടുത്തു, ഡ്രസ്സ് കഴുകാന്, വീട്ടിലേക്ക് വിളിക്കാന്, ഇവിടെ ആൾക്കാരോട് ഇടപെടാന്, എല്ലാത്തിനും സമയമെടുത്തു. ആ 8 മണിക്കൂറിനകത്ത് ദൈവത്തിന് വേണ്ടി എത്ര സമയം വേർതിരിച്ചു? പുസ്തകം വായിക്കാൻ അരമണിക്കൂർ എടുത്തോ? ഈ 8 മണിക്കൂറിനകത്ത് പ്രാർത്ഥനയ്ക്ക് 1 മണിക്കൂർ എടുത്തോ? സ്തോത്രം. ആമേ. ഈ 8 മണിക്കൂറിനെ സഭയെ ഓർത്തുകൊണ്ട്, ദേശത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ 1 മണിക്കൂർ എടുത്തോ? സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം കൂടെ പറയാം. മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും സമയം തികയത്തില്ല. സമയം ഒരിക്കലും. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
വേദപുസ്തകം പറയുന്നു സമയം തികയത്തില്ല, അത് തക്കത്തിൽ ഉപയോഗിക്കാൻ പഠിക്കണം. ആമേൻ. അത് സ്തോത്രം. തക്കത്തിൽ എന്ത് ചെയ്യണം? ഈ 8 മണിക്കൂർ എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. അതിനാണ് 8 മണിക്കൂർ എണ്ണി തിട്ടപ്പെടുത്തണമെന്ന് പറഞ്ഞത്. അല്ലേ ലിയ പറഞ്ഞേ? 1 ഹല്ലേലൂയ. മണിക്കൂർ പ്രാർത്ഥനയ്ക്ക് എണ്ണി മാറ്റി വെക്കണം. 10 അരമണിക്കൂർ വചനം വായിക്കാൻ മാറ്റി വെക്കണം. വീട്ടിലോട്ട് സംസാരിക്കാൻ ഇത്ര മിനിറ്റ് മാറ്റി വെക്കണം. മാർക്കറ്റിൽ പോകാൻ ഇത്ര മിനിറ്റ് മാറ്റി വെക്കണം. വീട്ടിലെ കാര്യങ്ങൾക്കെല്ലാം ഇത്ര മിനിറ്റ് മാറ്റി വെക്കണം. പിള്ളേരെ പഠിപ്പിക്കാൻ ഇത്ര മിനിറ്റ് മാറ്റി വെക്കണം. അങ്ങനെ നാളുകളെ എണ്ണി 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 തിരിക്കാൻ പഠിക്കണം. ആമേ. ഇസ്രായേലിൽ മോശ വളരെ സങ്കടത്തോടെ പറയാണ്, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് 40 വർഷം കിട്ടി, അവരത് എണ്ണി ചെലവാക്കിയില്ല, തോന്നിയതുപോലെ ചെലവാക്കി. അതുകൊണ്ട് ഇനി ഞങ്ങളുടെ പിതാക്കന്മാർക്ക് പറ്റിയതുപോലെ ഞങ്ങൾക്ക് പറ്റരുത്. ഇനിയുള്ള സമയമെങ്കിലും എണ്ണി ചെലവഴിക്കാൻ ജ്ഞാനം തരണമേ. ഹല്ലേലൂയ പറഞ്ഞ് ഹല്ലേലൂയ. ദൈവമക്കളെ കൃത്യമായിട്ട് എണ്ണിയിട്ട് അതിനകത്ത് ഇത്ര മിനിറ്റ് ഇത്ര മണിക്കൂർ എല്ലാത്തിനും വേർതിരിക്കണം. 16 മണിക്കൂർ വേണ്ട, 16 മണിക്കൂർ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ ഉറക്കുക, ബാക്കി 8 മണിക്കൂർ എണ്ണണം. നാളെ തൊട്ട് അത് എണ്ണണം കേട്ടോ. ഓക്കെ, എണ്ണി ഇത്ര മിനിറ്റ് വീതം വേർതിരിച്ച് വെക്കണം, തക്കത്തിൽ ഉപയോഗിക്കണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. സമയം തികയത്തില്ല ഒരു മനുഷ്യനും. പിന്നെ നമ്മൾ തക്കത്തിലുള്ള സമയം ക്രമീകരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാത്തിനും സമയം വേണം. ചിലർക്ക് എല്ലാത്തിനും സമയമില്ല. ആമേ. അവരുടെ വീട്ടുകാര്യത്തിന് മാത്രമേ ഉള്ളൂ. വീട്ടിലോട്ട് വിളിക്കാനോ അമ്മായിയമ്മയോ അമ്മായിയപ്പനെയോ അവരുടെ അപ്പനെയോ അമ്മയൊക്കെ വിളിക്കാനോ അവർക്ക് ഇഷ്ടം പോലെ സമയം, അതിനൊക്കെയുള്ള സമയം ഇഷ്ടം പോലെ ഉണ്ട് ബന്ധുസ്ഥാനങ്ങൾക്ക്. അതുപോലെ അപ്പുറത്തെ വീട്ടിലോട്ട് വിളിക്കാൻ അവർക്ക് സമയമില്ല, അവിടുത്തെ ആൾക്കാരെ വിളിക്കാൻ സമയമില്ല. അതുപോലെ കൂട്ടുകാരെ വിളിക്കാനും സഭയിലെ വിശ്വാസികളെ വിളിക്കാനും ആർക്കെങ്കിലും ഒരു വേദനയോ പ്രയാസമോ ഉണ്ട് അവരെ വിളിക്കാനൊന്നും സമയമില്ല. അവരുടെ കാര്യത്തിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്യരുത്. സമയം എണ്ണി ചെലവഴിക്കണം. അതാണ് 12-ാമത്തെ വാക്യം കണ്ടോ? 90-ാം സങ്കീർത്തനത്തിന്റെ 12-ാമത്തെ വാക്യം. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. ആളുകളെ എണ്ണണം, എണ്ണി തിരിച്ച് എല്ലാവർക്കും വേണ്ടി അത് വീതിക്കണം. എല്ലാരെയും വിളിക്കണം. നാട്ടിലും വീട്ടിലും ബന്ധുമിത്രാദികളും വേണ്ടപ്പെട്ടവർ, ഇവിടെ വിളിക്കേണ്ടവര്, പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് സമയം വേണം. ഇതിനിടയ്ക്ക് കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയം ഉണ്ടാക്കണം. ചിലർക്ക് ഇതൊന്നുമില്ല. എന്ത് ചെയ്യുന്നു? വീട്ടിലെ കാര്യത്തിന് പോലും അവർക്ക് തികയുന്നില്ല. എന്താ കാര്യം? അത് ക്രമീകരിക്കാൻ അറിയില്ല. അതാണ് അതിന്റെ കാരണം. സ്തോത്രം. അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. അതൊരിക്കലും ദൈവത്തിന്റെ ഇല്ലല്ല, ദൈവമല്ല അതൊക്കെ ചെയ്യേണ്ടത് നമ്മളാ. എന്നിട്ട് പിന്നെ ദൈവത്തെ കുറ്റം പറയണ്ട. സ്തോത്രം. അപ്പൊ നമുക്ക് മടങ്ങി വരാം. നോഹയെ അനുഗ്രഹിച്ചു. ശിബായ്ക്ക് അനുഗ്രഹം വേണോ? ശിവായോട് പിന്നെ എന്ത് പറഞ്ഞാലും ശിവായ്ക്ക് പിടക്കില്ലാത്തോണ്ട് ശിവായോട് ഞാനങ്ങ് പറയും. എല്ലാവരോടും പറയത്തില്ല. അവര് പറയും പാർഷ എന്നോട് അങ്ങനെ പറഞ്ഞത്. അനുഗ്രഹം വേണോ? നോഹയും കുടുംബത്തെ അനുഗ്രഹിച്ചു. അനുഗ്രഹം കിട്ടത്തില്ല എല്ലാവർക്കും കേട്ടോ. നോഹയെ എങ്ങനെയാ ദൈവം അനുഗ്രഹിച്ചത്? ഇനി അതിന്റെ അർത്ഥം പറയാൻ വളരെ ശ്രദ്ധിക്കണം. നോഹയെ ദൈവം വേർതിരിച്ചു, കർത്താവിന്റെ വേല ഏൽപ്പിച്ചു. എന്ത് വേലയാണ് ഏൽപ്പിച്ചത്? ഒരു രക്ഷയുടെ പെട്ടകം ഉണ്ടാക്കി ആ പെട്ടകത്തിനകത്തൂടെ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ഈരണ്ട് കയറ്റി, ലോകത്തിൽ നിന്ന് വരുന്ന മനുഷ്യരെയും കയറ്റി, നോഹയുടെ മക്കളും കുടുംബവും കയറി ആ പെട്ടകത്തിലൂടെ രക്ഷ പ്രാപിക്കണം. രക്ഷയുടെ വേല നോഹയെ ഏൽപ്പിച്ചു. നോഹ അത് സന്തോഷത്തോടെ ഏറ്റെടുത്തു. സ്തോത്രം. നോഹയുടെ മക്കളും നോഹയുടെ ഭാര്യയും മരുമക്കളും മക്കളും എല്ലാവരും കൂടി എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞത് ഒരു 5 വർഷം എടുത്തു കാണും ആ പെട്ടകം ഉണ്ടാക്കാൻ. 5 വർഷം അവർ ഈ പെട്ടകത്തിന്റെ വേല ചെയ്തു. നിങ്ങൾ എന്ത് വേണ്ട ചെയ്തു പറഞ്ഞാട്ടെ. സ്തോത്രം. പറയാൻ പറ്റുമോ? 2 പേരുടെ രക്ഷയ്ക്ക് വേണ്ടി എങ്കിലും ഞാനിപ്പോൾ ഒരു 3-4 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ?
ഹല്ലേലൂയ പറ. നോഹയെ ദൈവം അനുഗ്രഹിച്ചത് ലോകത്തിലുള്ള ജീവജാലങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി. അദ്ദേഹം 6-7 വർഷം അധ്വാനിച്ചു. കർത്താവ് പറഞ്ഞതുപോലെ അദ്ദേഹം പെട്ടകം പണിതു. പെട്ടകം പണിക്ക് പൈസ കൊടുത്തില്ല. 6-ാം അധ്യായത്തിൽ വായിക്കുന്നത് അദ്ദേഹത്തിന് ദൈവകൃപ മാത്രമേ കൊടുത്തുള്ളൂ, പൈസ കൊടുത്തില്ല. കയ്യിൽ നിന്ന് കാശിട്ടു. ഹല്ലേലൂയ പറഞ്ഞ്. അറിയാവോ, 10 പൈസ കൂടുതൽ ഇട്ടാ വീട്ടിൽ ചെല്ലുമ്പോൾ അതെന്താ ഇട്ടെന്ന് ചോദിക്കും. നിങ്ങളുടെ കാര്യമല്ല, അങ്ങനത്തെ ആൾക്കാർ ഞങ്ങളുടെ നാട്ടിലുണ്ട്. അച്ഛാ കൂടുതൽ ഇട്ടൊക്കെ പറഞ്ഞ് ആ ഞായറാഴ്ച അച്ഛാന് കഞ്ഞി പോലും കൊടുക്കാത്ത അമ്മാവന്മാരുണ്ട്. 5 വർഷം മുഴുവനും ഈ മനുഷ്യൻ പെട്ടകം ഉണ്ടാക്കാൻ. നിങ്ങൾക്കറിയാം പെട്ടകം, ഞാൻ ആ ജോലി ചെയ്തിട്ടുണ്ട്. കൊച്ചി ഷിപ്പ്യാർഡ് തുടങ്ങിയത് 76-ലാണ്. ഞാൻ 81-ൽ അതിനകത്തുണ്ട്. സ്തോത്രം. 76 തൊട്ട് 6000 തൊഴിലാളികൾ 5 വർഷം ജോലി ചെയ്ത് 81-ൽ ആദ്യത്തെ കപ്പൽ ഇറങ്ങി. അതിന്റെ പേര് റാണി പത്മിനി. അത് ഇറക്കിയത് ഇന്ദിരാഗാന്ധിയാണ്. സ്തോത്രം. അപ്പൊ ഞാൻ അതിനകത്തുണ്ട്. നോക്കണം, 6000 തൊഴിലാളികൾ 6 വർഷം ജോലി ചെയ്തിട്ടാണ് ഒരു കപ്പൽ. ഇതെന്നാ മിഷനാ. നോവയുടെ കാലത്ത് മിഷൻ വല്ലതും ഉള്ള തടി മുറിക്കാൻ? അന്ന് അത് ഉളിയേ ഉള്ളൂ. അന്ന് മിഷനൊന്നുമില്ല, അന്ന് യാതൊരു ഉപകരണങ്ങളും ഇല്ല. ആമേ, ആ കണക്ക് വെച്ച് 6000 തൊഴിലാളികൾ 6 വർഷം കൊണ്ടാണ് ഒരു കപ്പൽ ഇറക്കിയത്. അങ്ങനാണെങ്കിൽ നോഹയുടെ കപ്പല് നോഹ എത്ര വർഷം പണിതു? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എന്തോ വേലയാ ചെയ്തത്? ഇവിടെ വന്ന് 2 മണിക്കൂർ ഇരുന്നതല്ല ഉള്ളൂ. എന്നിട്ട് പിന്നെ നമ്മൾ അങ്ങ് പരാതി പറച്ചില്ല. എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നില്ലേ, എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നില്ലേ? നോഹയും കുടുംബത്തെ അനുഗ്രഹിച്ചത് വർഷങ്ങളോളം. അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ 3 ആമക്കള്, അവരുടെ ഭാര്യമാരും നോഹയും ഭാര്യയും വർഷങ്ങളോളം അതിനു വേണ്ടി അധ്വാനിച്ചു. അവര് കഷ്ടപ്പെട്ടു. അവര് പോയി തടി വെട്ടിക്കൊണ്ടുവന്നു, തടി മുറിച്ചു, അതിനെ എന്ത് ചെയ്തു? അതിനെ അവര് ഉരുമിയൊക്കെ എല്ലാം ഉരുപ്പടിയായിട്ടെടുത്തു. യാതൊരു ഉപകരണവും ഇല്ലാതെ എല്ലാം കൈകൊണ്ടാണ് അവർ ചെയ്തത്. അങ്ങനെ വർഷങ്ങളോളം കയ്യിലെ കാശും മുടക്കി ആമേ ജീവജാലങ്ങളെല്ലാം രക്ഷിച്ചു. രക്ഷയുടെ പെട്ടകം ഉണ്ടാക്കി ആ മനുഷ്യൻ വെളിയിൽ വന്നപ്പോ അനുഗ്രഹിച്ചു. നമ്മളോ? സ്തോത്രം പറഞ്ഞ്, സ്തോത്രം പറ. ഹല്ലേലൂയ. അവനവന്റെ മാതാപിതാക്കള് പോലും ഇപ്പോഴും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അവരെ പോലും രക്ഷ കൊണ്ടുവരാൻ ഇന്നത്തെ വിശ്വാസികൾക്ക് കഴിഞ്ഞിട്ടില്ല. സ്തോത്രം പറഞ്ഞേ. നമുക്ക് എന്ത് പറ്റിയിട്ടില്ല? പലതും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ബൈബിളിൽ പറയുന്ന അനുഗ്രഹം അതുപോലെ കഷ്ടപ്പെട്ട ദൈവമക്കൾക്കാ കൊടുത്തത്, അതുപോലെ അധ്വാനിച്ചവർക്കാ കൊടുത്തത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും കൊടുക്കുകയും മേടിക്കുകയും ചെയ്താൽ ഞാൻ ഗ്യാരണ്ടി തരാം. പാസ്റ്റർക്കൊന്നും തരണ്ട. സ്തോത്രം. കർത്താവിന് വേണ്ടി അധ്വാനിക്കണം. അതാണ് പൗലോസ് പറഞ്ഞത്, ദൈവത്തിന്റെ നാമത്തോട് കാണിച്ച പ്രവൃത്തി, ദൈവനാമത്തെ നിങ്ങൾ സ്നേഹിച്ച പ്രവൃത്തി, വിശുദ്ധന്മാർക്ക് വേണ്ടി ശുശ്രൂഷിച്ച പ്രവൃത്തികൾ, അത് ഞാൻ മറക്കത്തില്ല, അത് ഞാൻ മറക്കത്തില്ല. അതെനിക്കൊരിക്കലും മറന്നു കളയാൻ തെളിവാണ്. ഇപ്പൊ ഒരു തെളിവ് തരാം. രാജാക്കന്മാരുടെ പുസ്തകം, 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം ഒന്ന് വായിച്ച്. പെട്ടെന്ന് പോണം കേട്ടോ, മടങ്ങി വരണേ. സ്തോത്രം. എത്ര പേര് തീരുമാനം എടുത്തോണം ഇന്ന് രാത്രിയില്? സ്തോത്രം. 2 രാജാക്കന്മാർ 20. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവ് നടുമുറ്റം വിട്ടു പോകും മുൻപേ അവൻ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, നീ മടങ്ങിച്ചെന്ന് എന്റെ ജനത്തിന്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. മരണം ഉറപ്പാ. യെശയ്യാവിനോട് പറഞ്ഞു, യെശയ്യാവ് പറഞ്ഞു, നീ മരിച്ചു പോകും, നീ മരിച്ചു പോകും, വിടുതലില്ല, മരണം ഉറപ്പാ. പ്രൈസ് ദി ലോർഡ്. വളരെ ശ്രദ്ധിക്കണത് കേട്ടോ. ആമേ.
ഈ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് വിടുതൽ എങ്ങനെയാണ് വിടുതൽ വരുന്നെന്നൂടെ നിങ്ങൾ അറിയണം. സ്തോത്രം. ഈ ഞാൻ പറയാം, ഒത്തിരി പേരും ദൈവമക്കളെ വചനം ശരിക്കും വായിച്ചിട്ടല്ല അവർ ഈ പറയുന്നു. അവർ ചുമ്മാ അങ്ങ് വിളിച്ചു പറയുക, കുറെ കാര്യങ്ങൾ അങ്ങ് പറയുക. നമ്മൾ ആ വചനം ശരിക്കും പഠിക്കണം. ഇവിടെ ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉടനെ മറുപടി കിട്ടി. പ്രവാചകൻ നടുമുറ്റത്തുനിന്ന് അങ്ങോട്ട് ഇറങ്ങിയില്ല. അതിനു മുമ്പേ കർത്താവ് പറഞ്ഞു, നീ തിരിച്ചു ചെന്ന് ഓടിച്ചെന്ന് പറ, ഞാൻ ഒരു മറുപടി ഇപ്പൊ തന്നെ കൊടുത്തിരിക്കുന്നു. മരിക്കാൻ പോയ പുള്ളിയാ, മരിക്കുമെന്ന് പറഞ്ഞു, മറുപടി കൊടുത്തു. എന്താ കാരണം? പുള്ളി പറഞ്ഞ കേട്ടോ, കർത്താവേ, ഞാൻ തിരുമുമ്പിൽ ജീവിച്ചതും പിതാക്കന്മാരുടെ വഴിയിൽ നടന്നതും ഓർക്കണമേ. ഒറ്റ വാക്കിയുടെ അർത്ഥം പറയുമ്പോ, പിതാക്കന്മാരുടെ വഴി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം അവരുടെ പ്രവർത്തനത്തിൽ അവര് പ്രവർത്തിച്ചതുപോലെ ഞാനും പ്രവർത്തിച്ചു. ആ പ്രവർത്തനം, അബ്രാഹാമിന്റെ പ്രവർത്തനം ഇസഹാക്ക് ഏറ്റെടുത്തു. ഇസഹാക്കിന്റെ കാലശേഷം യാക്കോബ് ഏറ്റെടുത്തു. അങ്ങനെ തലമുറയായി അവരെ ദൈവം ഏൽപ്പിച്ച ആ പ്രവർത്തനം ഞാനും ചെയ്തു. അതോർക്കണം. അങ്ങനെ ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ചതിന്റെ മറുപടിയാണ് പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുത്തത്. ഹല്ലേലൂയ പറഞ്ഞ് കണ്ടോ, ഞാൻ പിതാക്കന്മാര് സ്തോത്രം നടന്നതുപോലെ കർത്താവിന് വേണ്ടി ഒരു 6-7 വർഷം പ്രവർത്തിച്ചോ, ഒരു 3-4 വർഷം പ്രവർത്തിച്ചോ. പിന്നെ മറുപടി കിട്ടില്ല എന്നോട് ഇവിടെ ഒന്ന് പറയരുത്. നിങ്ങളെ ഒരു കുറ്റമല്ല ഞാൻ പറഞ്ഞത്. ഹിസ്കിയാവിന് പ്രാർത്ഥനയുടെ മറുപടി അന്നേരം കിട്ടി. എന്തുകൊണ്ടാ? കർത്താവെ, ഞാൻ ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ഇവിടെ ചുമ്മാ തീറ്റി കഴിഞ്ഞ് കസേരയിൽ ഇരിക്കുകയല്ല, പിതാക്കന്മാരുടെ വഴിയിൽ കൂടെ ഞാൻ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്, അവർ ചെയ്ത വേല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിച്ചതിന്റെ മറുപടിയാണ് പ്രാർത്ഥനയ്ക്ക് ഉടനെ കിട്ടിയത്. അതുകൊണ്ട് ഇത് വായിച്ചു എനിക്ക് കിട്ടുമെന്ന് ചിന്തിക്കേണ്ട, ഞാൻ അതുപോലെ പ്രവർത്തിച്ചാൽ കിട്ടും. ഹല്ലേലൂയ പറഞ്ഞ് പ്രവർത്തിക്കാത്ത നമ്മുടെ ജീവിതത്തില് ഒരിക്കലും മറുപടി നമ്മൾ പ്രതീക്ഷിക്കണ്ട. കണ്ടോ, അങ്ങനെയാ പുള്ളിക്ക് കിട്ടിയത്. പുള്ളിയെ ദൈവം ഓർത്തത് അതുകൊണ്ടാ. എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോ അന്നേരം ഓർത്ത്. എന്തുകൊണ്ടാ? മറക്കാനൊക്കത്തില്ല. ദാവീദിന്റെ വഴിയിൽ കൂടെ അവരെന്ന് പറഞ്ഞാൽ അവര് പ്രവർത്തിച്ചതുപോലെ ഇയാള് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. പ്രാർത്ഥനയ്ക്ക് മറുപടി ഇങ്ങോട്ട് വരണമെങ്കിൽ നമ്മൾ ഒന്നും പ്രവർത്തിക്കാതെ വീട്ടിൽ കയറി ഇരുന്നേച്ച് 5-10 ദിനാറ് കൊണ്ട് പാർഷ കൈ കൊടുത്തേച്ച് കാര്യം നടക്കുമെന്ന് ധരിക്കണ്ട. അങ്ങനെ ഇത് ബോഡി ഷോർ അല്ല ഇത്. ഇവിടെ കൊണ്ടത് 10 ദിനാറ് കൊടുത്തേച്ച് കാര്യം മേടിച്ചോണ്ട് പോകാൻ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് നിങ്ങളുടെ കുറ്റമല്ല പറഞ്ഞത് കേട്ടോ, ഞാൻ പഠിപ്പിക്കുക വചനം. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ പ്രസംഗിക്കുമ്പോൾ ചാടിക്കേറി തുള്ളി അവരുടെ പുറകെ പോകുന്നതിന് എനിക്കതിനൊന്നുമില്ല. പക്ഷെ കാര്യം നടക്കത്തില്ലെന്നുള്ളത് ഞാൻ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. വചനം ഇങ്ങനെയാ കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആമേ. ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാൻ കാരണം അദ്ദേഹം പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമല്ല, കഴിഞ്ഞ നാളിലെ അദ്ദേഹത്തിന്റെ ജീവിതത്തെയും പ്രവർത്തനത്തെയും ഓർത്താണ് ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തത്. അതുകൊണ്ട് ദൈവവൈതലേ, കർത്താവിന്റെ വേലയ്ക്ക് ആരും എതിര് നിൽക്കരുത്. ചെയ്യാവുന്നതൊക്കെ നിങ്ങൾ ചെയ്തോണം. ആരെയും തടസ്സപ്പെടുത്തരുത് കേട്ടോ ജീവിതത്തിൽ. കാരണം വരും കാലങ്ങളിൽ നിങ്ങളെ ദൈവം മറക്കത്തില്ല. ഇനി അങ്ങോട്ട് പോവുക കേട്ടോ. ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചാൽ ദൈവം നിങ്ങളെ മറക്കത്തില്ല. ഇനി നമുക്ക് ആ വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം. ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. മതി. ദൈവം നോഹയെ ഓർത്തു, അവനോട് കൂടെയുള്ള സകല ജീവികളെയും ഓർത്തു. സ്തോത്രം. അതിന്റെ അർത്ഥം എന്താ? ഒറ്റ വാക്കി പറയാം. അതിന്റെ അർത്ഥം ദൈവവേല ചെയ്തവരെ മറക്കാൻ പറ്റത്തില്ല. എത്ര വർഷം ജോലി ചെയ്തു, എത്ര വർഷം കൊണ്ട് പെട്ടകം ഉണ്ടാക്കി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇദ്ദേഹം പെട്ടകം ഉണ്ടാക്കി. വളരെ ശ്രദ്ധിക്കണം കേട്ടോ. പെട്ടകം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നറിയാമോ? ദൈവം അദ്ദേഹത്തിന് പ്രത്യേക ക്ലാസ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കൽപ്പിച്ചതുപോലെ ചെയ്തോണം. ഞാൻ തന്ന വചനപ്രകാരം കൽപ്പിച്ചതുപോലെ. അത് ഭാര്യയോട് ആലോചിച്ചു വെച്ചല്ല നമ്മൾ പ്രസംഗിക്കേണ്ടത്. അങ്ങനെ ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞു. ചിലരൊക്കെ അങ്ങനെ അവർ രണ്ടുപേരോട് കൂടി ആലോചിച്ചു വെച്ച് വന്നിട്ടാണ്
സുവിശേഷ വേല എന്നല്ല, സുവിശേഷ വേല ദൈവം തന്ന പ്രമാണപ്രകാരം ചെയ്യണം, കൽപ്പിച്ചതുപോലെ ചെയ്യണം കേട്ടോ. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിന് വചനമുണ്ട്, അതുപോലെ ചെയ്തോണം. സ്തോത്രം. എന്തായാലും കാരണം ഇല്ലെങ്കിൽ ഒത്തിരി മിസ്റ്റേക്ക് ഉണ്ട്, പ്രശ്നമുണ്ട്. ആമേൻ. മനസ്സിലായില്ലെങ്കിൽ ഇങ്ങോട്ടൊന്ന് നോക്കാം. ഈ പെട്ടകത്തിൽ കയറുന്ന സാധനം എന്തൊക്കെയാ? കാട്ടിലെ സിംഹം, പിന്നെ കാട്ടിലെ പുലി, പിന്നെ കാട്ടിലെ നായ, സ്തോത്രം, പിന്നെ ആന. ഇതൊക്കെ കയറുമ്പോഴത്തേനെ ഈ പെട്ടകം പൊളിഞ്ഞു പോകത്തില്ലേ? ആന ഇങ്ങനെ ചവിട്ടിയാ പോവുകയല്ലേ? തുള്ളിയാ പോകത്തില്ലേ? ഇതിനകത്ത് കിടന്ന് ബഹളം വെച്ചാലോ? ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ചുരുക്കി പറയാം, ആമേ, ഇതിനകത്ത് കയറുമ്പോൾ കയറുന്ന പുള്ളിക്ക് മാറ്റം വരണം. ഹല്ലേലൂയ പറഞ്ഞേ. ആനയുടെ കാട്ടിലെ സ്വഭാവം പെട്ടകത്തിനകത്ത് ആന ഇറക്കിയാൽ എന്ത് സംഭവിക്കും? ആന അതിനകത്ത് കിടന്ന് പിടിച്ചു വലിച്ചതെല്ലാം പെട്ടകമെല്ലാം കുലുക്കി ചാവിട്ടി ഇടവാതിരുന്ന എന്ത് സംഭവിക്കും? അപ്പുറത്ത് കിടക്കുന്ന പൂച്ച ചത്തുപോകും. പൂച്ചക്കുഞ്ഞെ കുഴിമയിലെ ചില അച്ചായന്മാര് കയറിയിട്ട് പുറത്ത് എന്ത് ചെയ്യുന്നു? അവരുടെ തനി സ്വഭാവം അതിനകത്തിറക്കുമ്പം പാവപ്പെട്ടവനിട്ട് ചവിട്ടുകൊള്ളും. അങ്ങനെയാണ് ഈ സഭ പൊളിയുന്നത്. ഈ പുള്ളി ജമ്മം ചെയ്താൽ മാറുകയല്ല. പുള്ളിയുടെ സ്വഭാവം എന്ത് ചെയ്ത്? ആനയുടെ പണി നടത്തി. ഞാൻ ആനയാടാ, ഞാൻ ഇതിലും വലിയ മരം പറിച്ചിട്ടിട്ടുണ്ട്, എന്ത് ചെയ്തു? ഞാന് അപ്പൊ അതുകൊണ്ട് ദൈവവചനപ്രകാരം പണിതെങ്കിൽ മാത്രമേ ഇതിനകത്ത് രൂപാന്തരത്തിന്റെ ശക്തി കാണത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ കേറുന്ന പുള്ളിക്ക് മാറ്റം വരികയില്ല. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ടാ പറഞ്ഞത്, പാപിയായ ഒരു മനുഷ്യൻ അകത്ത് കയറിയാൽ, തെമ്മാടിയായ ഒരു മനുഷ്യൻ ഇതിനകത്ത് കയറിയാൽ, ആ മനുഷ്യൻ അകത്ത് കയറുമ്പോൾ മാറ്റം വരണം. അദ്ദേഹത്തിന്റെ പുറത്തെ സ്വഭാവം അകത്തുണ്ടാകരുത്. അതുകൊണ്ടാ ദൈവം പറഞ്ഞത്, ഞാൻ കൽപ്പിച്ചതുപോലെ പണിയണം. നീ ആലോചിച്ചതുപോലെ അല്ല കേട്ടോ. അത് ഞാൻ വിടുക. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. സ്തോത്രം. ഇനി ഞാൻ അതിനകത്ത് കുറെ അത്ഭുതങ്ങൾ പറയാം. 7-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. എനിക്കതെല്ലാം എടുത്തിപ്പോൾ വായിച്ച് കേൾപ്പിക്കാൻ സമയമില്ല. 7-ാം അധ്യായത്തിന്റെ 7, 8, 9, 10, 12 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ എല്ലാ ജീവികളും ഈരണ്ടീരണ്ടായിട്ട് വന്ന് നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കയറി. വളരെ ശ്രദ്ധിക്കണം കേട്ടോ, ആഴമായ വിഷയമാണ്. ഏതെങ്കിലും ഈ ജീവിയെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വന്നാണോ ബ്രദറെ? അത് തന്നെ വന്നല്ലേ? അതിനെങ്ങനെ മനസ്സിലായി ഈ പെട്ടകം എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നോഹ ഉണ്ടാക്കിയതാണെന്ന്? കാട്ടിൽ കിടക്കുന്ന പോത്തിന് മനസ്സിലായി, കാട്ടിൽ കിടക്കുന്ന ആനയ്ക്ക് മനസ്സിലായി, പുലിക്ക് മനസ്സിലായി. അത് വന്ന് കയറി. ഇതുണ്ടാക്കിയ എഞ്ചിനീയർക്ക് എന്ത് ചെയ്തിട്ടില്ല? ഇപ്പോഴും ബോധം കണ്ടോ? സ്തോത്രം. കണ്ടോ? ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ രക്ഷയും ആര് തിരിച്ചറിയുന്നു? ആമേ, കാട്ടിലെ മൃഗങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും മനുഷ്യൻ അത് അറിയുന്നില്ല. സ്തോത്രം പറഞ്ഞ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു യിരെമ്യാ പ്രവചനത്തിലെ, കൊക്കും മീവൽ പക്ഷിയും അതിൻ്റെ കാലം അറിയുന്നു, എൻ്റെ ജനമോ എന്ത് ചെയ്യുന്നില്ല എന്നെ. അതിന്റെ അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക് എന്താന്ന്? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ദേശാടന കിളിയാ. ഈ ദേശാടന കിളിക്ക് ഈ രാജ്യത്തെ വേനൽ വരുമ്പോൾ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നും ഇവിടെ നിന്ന് പറന്ന് നല്ല കാലാവസ്ഥയുള്ള രാജ്യത്തേക്ക് പോകണമെന്ന് ഈ സാധനം തിരിച്ചറിയും. സ്തോത്രം. ദേശാടന പക്ഷി എന്ത് ചെയ്യും? കാലഘട്ടങ്ങളെ തിരിച്ചറിയും. ഇനിയുള്ള കാലം ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞിട്ട് മറ്റ് രാജ്യത്തേക്ക് പറക്കും. അത്രയും ബോധം നമുക്കില്ല. നമ്മുടെ മുമ്പിൽ വരാൻ പോണ തകർച്ചയെ തിരിച്ചറിയാൻ നമുക്കറിയത്തില്ല. പക്ഷേ മീവേൽ പക്ഷിക്ക് അതറിയാം. സ്തോത്രം പറഞ്ഞ് കാടപ്പക്ഷിക്ക് അതറിയാം. ജനുവരി കഴിയുമ്പോൾ ഹല്ലേലൂയ ഉണക്ക് പിന്നെ വരുമെന്നും, ഏപ്രിൽ മാർച്ചൊക്കെ കഴിയുമ്പോൾ മഴ വരുമെന്നും, മഴക്കാലത്ത് എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്നും, കാറ്റും കൊടുങ്കാറ്റും ഉണ്ടാകുമെന്നും, മഴക്കാലത്ത് എനിക്ക് തീറ്റി കിട്ടത്തില്ലെന്നും തിരിച്ചറിഞ്ഞ് അത് നല്ല കാലാവസ്ഥയുള്ള ശ്രീലങ്കയിലോട്ട് കേരളത്തിൽ നിന്ന് പറന്നു പോകുന്ന കാണാം.
പ്രൈസ് ദി ലോർഡ്. വെട്ടുക്കിളിക്ക് രാജാവില്ലെങ്കിലും അണിയണിയായി പറക്കുന്നു കേട്ടിട്ടില്ലേ? ഇവിടെ പാസ്റ്റർ ഉണ്ടായിട്ടും ക്രമീകരണമില്ല. രാജാവില്ലാഞ്ഞിട്ടും അവരുടെ പോക്കിനും വരവിനും എല്ലാം കണ്ടോ. അങ്ങനെ ജീവിതത്തിന്റെ മുൻപിൽ വെളിപ്പെടാൻ പോകുന്ന നാശത്തെ കുറിച്ചും വിപത്തുകളെ കുറിച്ചും ആപത്തുകളെ കുറിച്ചും കാടപ്പക്ഷി തിരിച്ചറിഞ്ഞിട്ടും മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. എന്റെ മുമ്പിൽ എന്തുണ്ട്? ഒരു ശിക്ഷയുണ്ടെന്നും ഒരു ന്യായവിധി ഉണ്ടെന്നും ഞാൻ ദൈവകോപത്തിലേക്ക് പോകുമെന്നും തിരിച്ചറിയുന്നില്ല. പക്ഷികളെ പോലെ പോലും വിവേകമില്ലാതെ മനുഷ്യനായിരിക്കുകയാണ്. ഓക്കെ ഓക്കെ വേഗത്തിൽ പറഞ്ഞു വിട്ടേക്കാം, ഒത്തിരി നേരം ഓടിക്കാൻ സമയമില്ല. ഓക്കെ, അപ്പോ എല്ലാം ഈ രണ്ടായിട്ട് വന്ന് നോഹയുടെ അടുക്ക വന്നു. നോഹ പ്രാർത്ഥിച്ചു. നോഹ എല്ലാം അകത്ത് കയറി. നമ്മൾ പ്രാർത്ഥിക്കായിരുന്ന കടിച്ചു പറിച്ചേനെ, ശിവകം എന്ത് ചെയ്തേനെ, കടിച്ചേ അല്ലേ? നോഹയൊന്നും ചെയ്യല്ലേ. കാര്യം എന്താ? നോഹ കൈവച്ചപ്പോഴേ സിംഹത്തിന് മാറ്റം വന്നു. സ്തോത്രം. ഈ രണ്ടായി എല്ലാം അകത്ത് കയറി. ആരും വിളിച്ചോണ്ട് വന്നതല്ല, തന്നെ വന്നകത്ത് തിരിച്ചറിഞ്ഞ് അകത്ത് കയറി. ഇത് വർഷങ്ങളായിട്ട് നമ്മുടെ മുമ്പില് രക്ഷയുടെ വഴി തുറന്നു കിടന്നിട്ടും ഇന്ന് വരെ നമ്മളങ്ങോട്ട് കയറാൻ തയ്യാറല്ല. സ്തോത്രം. എന്തുവാകട്ടെ, അകത്ത് കയറി. എല്ലാം ഇരണ്ടായി. എന്നിട്ട് നോഹയോട് ദൈവം പറഞ്ഞു, നോഹേ, ഇതിനെല്ലാത്തിനും ഭക്ഷണം ഉണ്ടാക്കി അകത്ത് വെച്ചോ. എല്ലാത്തിനും ഭക്ഷണം. ഒരു വർഷത്തിന് എല്ലാത്തിനൂടെ എത്ര രൂപ ചെലവായി കാണും? ഭക്ഷണത്തിന് തന്നെ. ആനയ്ക്ക് 2 നേരം കൊടുക്കണോ? 2 നേരം, രാവിലെ വൈകിട്ടും. വെള്ളം ഡെയിലി കൊടുക്കണം അല്ലേ? കഴുത, കുതിര, പുലി, സിംഹം എല്ലാത്തിനും കൊടുക്കണം. ഒരു ദിവസത്തേന് ഇതിന്റെ ഭക്ഷണത്തിന് എങ്ങനെയായാലും ഏറ്റവും കുറഞ്ഞ 2 ലക്ഷം രൂപയായി കാണും. ഇത് ആകെ കൂടെ 20 ദിനാറാ ആവശ്യം കൊടുക്കുക അല്ലേ? നിങ്ങളുടെ കാര്യമല്ലേ പറഞ്ഞത്? ഒറ്റ ദിവസത്തെ ഇതിന് തീറ്റി കൊടുക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. പെട്ടകം ഉണ്ടാക്കിയ കാശ് വേറെ കിടക്കുന്നു. പെട്ടകം ഉണ്ടാക്കിയ കാശ് വേറെ കിടക്കുന്നു. സ്തോത്രം. ഒറ്റ ദിവസത്തിന് തീറ്റി. പിന്നെ എന്ത് ചെയ്യണം? രാവിലെ എല്ലാത്തിനും കൂടെല്ലാം കഴുകണം. ഇനി കൂട് കഴുകണ്ടെങ്കിലും ചാണാൻ വാരി കളയണ്ടേ? പ്രൈസ് ദി ലോർഡ്. സിംഹത്തിൻ്റെയും ആനയുടെയും ഒക്കെ ചാണാനും ഒക്കെ വാരി കളഞ്ഞ് രാവിലെ അതിന് വെള്ളം കൊടുത്തു, വൈകിട്ടും വെള്ളം കൊടുത്തു, രാവിലെയും തീറ്റി കൊടുത്തു, വൈകിട്ടും തീറ്റി കൊടുത്തു. ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ പെട്ടകം കരയ്ക്കടുത്തത്. അതുകൊണ്ട് 8-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം കണ്ടോ? നോഹയെ ദൈവം ഓർത്തു. ഒരു വർഷം ഈ പെണ്ണും പിള്ളയും മക്കളും ചാണകം വാരി. ഹല്ലേലൂയ പറഞ്ഞ്. ആനയുടെ ആനപ്പിണ്ടും ചാണകവും ഒക്കെ വാരി ഇതിന് പുലിക്കും കടുവയ്ക്കും ഒക്കെ രാവിലെ വെള്ളം കൊടുത്തു, വൈകിട്ടും വെള്ളം കൊടുത്തു. അങ്ങനെ നോഹയുടെ ഭാര്യയും മക്കളും നോഹയും ഒറ്റ വർഷക്കാലം ഇതിനകത്ത് കഠിനാധ്വാനം ചെയ്തു. അവരെ ദൈവം ഓർത്തു. നിങ്ങൾ എന്തധ്വാനിച്ചു? പറ. ഞങ്ങള് കർത്താവിന് വേണ്ടി, പാഷേ ഞാൻ കർത്താവിന് വേണ്ടി ഇന്നത് ചെയ്തു. ഇന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ പറ്റുമോ? രാവും 8 മണിക്കൂർ സുഖമായിട്ട് ഡ്യൂട്ടി ചെയ്തു, ഓവർ ടൈമും കൂടെ ചെയ്തു. എന്നാൽ ഈ മനുഷ്യനെ ദൈവം ഓർത്തത് വെറുതെ അല്ല. ദൈവം ഓർത്തു എന്ന് പറയുമ്പോൾ എല്ലാരെയും ഓർത്തെന്ന് ധരിക്കരുത്. കർത്താവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത കുടുംബത്തെ ദൈവത്തിന് മറക്കാൻ പറ്റില്ല. അവിടെ എഴുതി വെച്ചിരിക്കുന്നവൻ നോഹേ ഓർത്തു. ഹല്ലേലൂയ പറഞ്ഞ്. അതുകൊണ്ട് ദൈവമക്കളെ, അനേകരുടെ വേദനകളിലും ഭാരങ്ങളിലും പ്രയാസങ്ങളിലും സംസാരിക്കാൻ മേലാത്ത ജീവജാലങ്ങൾക്ക് രാവിലെ വെള്ളം കൊടുക്കുന്നു, വൈകിട്ടും കൊടുക്കുന്നു, അതുങ്ങൾക്ക് തീറ്റി കൊടുക്കുന്നു, സ്വന്തം പൈസ ഇട്ട് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ലക്ഷക്കണക്കിന് രൂപ മുടക്കി വർഷങ്ങളോളം പെട്ടകം പണിത് അങ്ങനെ ദൈവത്തിന് വേണ്ടി എന്റെ കണക്കുകൂട്ടലിൽ 10-18 വർഷമായിട്ട് കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന കുടുംബത്തെ ദൈവം എങ്ങനെ മറക്കും? നിങ്ങൾ പറഞ്ഞാട്ടെ, ദൈവത്തിന് മറക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഇബ്രായ ലേഖനക്കാരൻ പറഞ്ഞത്, ദൈവനാമത്തോട് കാണിച്ച സ്നേഹം അവൻ മറന്നു കളയില്ല. ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചവരെ മറന്നു കളയില്ല കേട്ടോ. ദൈവത്തിന് വേണ്ടി ഞാൻ പറയുമല്ലോ, ഒരു ടിഷ്യൂ മേടിച്ചു വെച്ചേ,
നീ ഇവിടെ തേയില മേടിച്ചു വെച്ചു, പഞ്ചസാര മേടിച്ചു വെച്ചു, നിന്റെ വണ്ടിയിലൊന്ന് ആളെ ഇറക്കി, കൂടി വന്ന 1 ദിനാറ്, അതിന് കണക്ക് പറയരുത് കേട്ടോ. ആ പണത്ത് പറഞ്ഞെന്നല്ല പറഞ്ഞത്. ഭക്തന്മാരെ ദൈവം ഓർത്തത് കണക്കില്ലാതെ, പരിമിതികളില്ലാതെ പൈസ മുടക്കുക മാത്രമല്ല, കഠിനാധ്വാനം കൂടെ ചെയ്തു. 6-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ ഒരു സത്യം പറയാം. 6-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾ ഓർത്തോളം, ഭൂമി മുഴുവനും പാവം കൊണ്ട് നിറഞ്ഞു. ഭൂമി മുഴുവനും. അപ്പൊ എന്റെ ചോദ്യത്തിന് മറുപടി തരണേ. ഓക്കെ, ഭൂമി മുഴുവനും പാവം കൊണ്ട് നിറഞ്ഞു. ഈ പെട്ടകം രക്ഷയ്ക്ക് വേണ്ടിയുള്ള പെട്ടകമാണ്. ഈ പെട്ടകത്തിനകത്ത് എന്തുണ്ട്? ദൈവശക്തിയുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്. അല്ലെങ്കിൽ സിംഹം കിടക്കുവോ അതിനകത്ത്? അല്ലെങ്കിൽ ആന കിടക്കുവോ അതിനകത്ത്? ചവിട്ടിപ്പൊളിക്കത്തില്ലേ? ആന എന്തുകൊണ്ട് ചവിട്ടിപ്പൊളിച്ചില്ല? സിംഹം എന്തുകൊണ്ട് കോഴിയെ പിടിച്ച് തിന്നില്ല? എന്തുകൊണ്ട് കടുവ എന്ത് ചെയ്തില്ല? കുറുക്കനെ പിടിച്ച് തിന്നില്ല? ആമേൻ, പ്രൈസ്. ഇതിനകത്ത് ദൈവശക്തിയുണ്ട്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ പ്രൈസലോ, ഈ പെട്ടകത്തിനകത്ത് ദൈവശക്തി ഉണ്ടല്ലോ, ദൈവ സാന്നിധ്യം ഉണ്ടല്ലോ. ഓക്കെ, അപ്പം ഈ പെട്ടകം പാവികളെ കൊണ്ട് ദൈവം പണിയിക്കുവോ? ലോകം മൊത്തം പാവികളാ. അപ്പൊ പാവികളെ കൊണ്ട് പണിക്കുവോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനാണെങ്കിൽ ഈ പെട്ടകം പറഞ്ഞ് നോഹയുടെ വീട്ടുകാർ തന്നെയാണ്. കൂലിക്കൊരു ഒറ്റ മനുഷ്യനെ വിളിച്ചിട്ടില്ല. കാരണം ഇതിനകത്ത് ദൈവത്തിന് ഇറങ്ങി വരേണ്ട സാധനമാണ്. സിഗരറ്റ് വലിക്കുന്നവനും കള്ളു കുടിക്കുന്നവനും ബീഡി വലിക്കുന്നവനും ചീത്ത വിളിക്കുന്നവനും പെട്ടകം പണിക്ക് വിളിച്ചാൽ അതിനകത്ത് ദൈവത്തിന് ഇറങ്ങി വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് 5-10 വർഷം ഈ കുടുംബം തന്നെയാണ് അതിനു വേണ്ടി അധ്വാനിച്ചത്. ഒരു കൂലിക്കാരെ പോലും അവരതിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിട്ടില്ല. 8-10 വർഷം അപ്പനും മക്കളും രാപകലില്ലാതെ അതിന്റെ ചാണാനും മൂത്രവും കോരുന്നത് കൂടാതെ ഈ പെട്ടകം എവിടെയോ ചെന്ന് തടി വെട്ടിക്കൊണ്ട് വരികയും ലക്ഷക്കണക്കിന് രൂപ മുടക്കി അതിന്റെ പുറകെ പ്രവർത്തിച്ചു. ആ നോഹയെ ദൈവം ഓർത്തു. ആ നോഹയെ ദൈവം ഓർത്തു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഒരു തീരുമാനമെടുക്കേ. നിങ്ങളോട് ഒത്തിരി ഒന്നും ചെയ്യാൻ പറയുന്നില്ല. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നീ തീരുമാനിച്ചിട്ടേ ഇവിടുന്ന് പോകാവുള്ളൂ. നിന്റെ കുഞ്ഞിനെ ദൈവം മറക്കില്ല, നിന്റെ തലമുറയെ ദൈവം മറക്കില്ല, നിന്റെ ആവശ്യത്തെ ദൈവം മറക്കില്ല. നിനക്കൊരു വേദന വരുമ്പോൾ, നിനക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ കർത്താവിന് വേണ്ടി അധ്വാനിച്ച നിന്നെ മറന്നു കളയുവാൻ കർത്താവിന് ഒരിക്കലും കഴിയുകയില്ല. ആമേൻ. വെള്ളപ്പൊക്കം വന്നപ്പോൾ നോഹയെ മറക്കാൻ കർത്താവിന് കഴിഞ്ഞില്ല. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മള് ദൈവത്തിന് വേണ്ടി ആരാധനയ്ക്ക് ഇരിക്കുന്നതിന് കണക്ക് പറയരുതേ, ആരാധനയ്ക്ക് കണക്ക് പറയരുതേ, പ്രവർത്തിക്കുന്നതിന് കണക്ക് പറയരുത്, കൊടുക്കവാകലിന് കണക്ക് പറയരുത്. പ്രൈസലോ, നമ്മൾ സന്തോഷത്തോടെ ചെയ്യുക. തീർച്ചയായും ദൈവം നമ്മളെ മാനിച്ചിരിക്കും. ദൈവം നമ്മളെ ഇപ്പൊ നോഹയെ ഓർത്തു. ഈ ഒരു പാർശ്വ പറയാ, ദൈവം നോഹയെ ഓർത്തു, നിങ്ങളെ ഓർത്തു. തെറ്റാ. നോഹയെ ഓർത്തതിന്റെ പുറകിൽ ഇത്രയും സംഭവം കിടപ്പുണ്ടായി. നമ്മളെ ഓർക്കണതിന്റെ പുറകിൽ എന്തുണ്ട്? സ്വത്രം. 4 അംശം പോലും നമ്മുടെ ഭാഗത്തുനിന്ന് ദൈവത്തിന് ഓർക്കത്തക്ക നിലയില് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഈ മനുഷ്യനെ എങ്ങനെ ദൈവം മറക്കും? ഈ കർത്താവിന് ഈ മനുഷ്യനെ മറക്കാൻ ഒക്കുവോ? ഇദ്ദേഹത്തിന്റെ മക്കളെ മറക്കാൻ ഒക്കുവോ? ഇദ്ദേഹത്തിന്റെ ഭാര്യയെ മറക്കാൻ ഒക്കുവോ? 1 വർഷം വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഈ പെട്ടകത്തിനകത്ത് 1 വർഷം രാവിലെയും വൈകിട്ടും ഇതിലെല്ലാം പുല്ലും ഭക്ഷണവും ചാണാനും വാരി തൂത്തു തെളിച്ച ഈ സഹോദരിയെ ദൈവത്തിൽ മറക്കാൻ ഒക്കുവോ? ദൈവത്തിന് മറക്കാൻ ഒക്കുവോ? അവരുടെ മക്കൾക്ക് വേണ്ടിയാണ് അവർ അധ്വാനിച്ചത്, അവരുടെ കുടുംബത്തിന് വേണ്ടിയാണ് അധ്വാനിച്ചത്. അവർ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയല്ലേ, ദൈവം പറഞ്ഞ വേലയല്ലേ അവർ ചെയ്തത്. ഒരല്ലേലിയ പറഞ്ഞ് ഈ രാത്രി തീരുമാനിച്ചിട്ട് പോകാവുള്ളൂ. ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ കുടുംബവും ഈ ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്യും. നിങ്ങളുടെ പൈസയൊന്നുമല്ല ഞാൻ ഈ ചോദിക്കുന്നത് പറയുന്നത്, നിങ്ങൾ ഈ വചനം അറിയാൻ വേണ്ടി പഠിപ്പിക്കുന്നുള്ളതേ ഉള്ളൂ. നോഹയെ ഓർത്തപ്പോൾ അതിൻ്റെ പുറകിൽ ഓർക്കാൻ ചില കാരണങ്ങൾ കിടപ്പുണ്ട്. ആമേൻ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ആകുന്നെങ്കിൽ ദൈവത്തിന് നമ്മെ മറന്നു കളയാൻ ഒരിക്കലും കഴിയുകയില്ല. നോഹയെ ദൈവം ഓർത്തു. ഇനി 8-ാം അധ്യായത്തിന്റെ
1, 2 വാക്യം താഴോട്ട് വായിച്ചേ. ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിയിൽ മേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു, ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു, ആകാശത്തു നിന്നുള്ള മഴയും നിന്നു, വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. മതി, ഈ പദങ്ങളൊക്കെ അർത്ഥമാണ്. ഇനി നോഹയെ ഓർത്ത പശ്ചാത്തല സാഹചര്യം എന്ന് പറയാം. ഈ ഭൂമിയിൽ വെള്ളം പൊങ്ങി, ജീവജാലങ്ങളെല്ലാം നശിച്ചു, മരിച്ചു. ഒന്നുമില്ല, എല്ലാം മരിച്ചു. നോഹയുടെ മക്കളും നോഹയും ഈ പെട്ടകത്തിലുള്ള ജീവികളെ, പിന്നെ വെള്ളത്തിൽ ജീവിക്കാവുന്നതൊക്കെ ഉള്ളൂ ഇവിടെ. ദൈവം നോഹയെ ഓർത്തു. നോഹെ മനസ്സിലായില്ലല്ലേ? മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാം. ദൈവം നോഹയെ ഓർത്തു. ഓർക്കാൻ അപ്പനില്ലിപ്പോ ഇവിടെ, അമ്മ ഇല്ല, സഹോദരങ്ങളെ ഇല്ല, ബന്ധുമിത്രാദികളില്ല, ദേശത്തൊരു മനുഷ്യൻ പോലുമില്ല. സ്തോത്രം പറഞ്ഞേ. നോഹയും കുടുംബത്തെയും ഒന്ന് വിചാരിക്കുവാൻ, ഒന്നോർക്കുവാൻ, അവരെ കുറിച്ച് ഓർത്ത് ഒന്ന് പ്രാർത്ഥിക്കാനോ, ഒന്ന് ആശ്വസിപ്പിക്കാനോ, അവരുടെ അടുക്കൽ ഒന്ന് ചെല്ലാനോ, അവരെ ഒന്ന് സഹായിക്കാനോ, അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാനോ ഈ ലോകത്തിൽ ആരുമില്ലാത്ത സ്റ്റേജിലാണ് ദൈവം നോഹയെ ഓർത്തത്. ഒരല്ലേലിയ പറഞ്ഞ്, ദൈവവൈതലേ, കർത്താവിന് വേണ്ടി അധ്വാനിച്ച ഭക്തരെ ഓർക്കാൻ അവന്റെ അപ്പനും അമ്മയും ഇവിടെ ഇല്ല. അല്ലേലിയ പറഞ്ഞ് ആമേ. കർത്താവിന് വേണ്ടി 7-8 വർഷം അധ്വാനിക്കപ്പെട്ട നോഹയും കുടുംബത്തെയും ഒന്നോർക്കുവാൻ ലോകത്തിൽ മാതാപിതാക്കളോ ബന്ധുമിത്രാദികളോ ആരുമില്ല. അവരെ സഹായിക്കാനും ആരുമില്ല, അവരെ ചിന്തിക്കാനും ആരുമില്ല, അവരുടെ അടുക്കൽ ഒരു ആശ്വാസത്തിന് വരാൻ ആരുമില്ല. പക്ഷെ ദൈവം തന്റെ ഭക്തനെയും മക്കളെയും അതിനകത്തുള്ള സകലത്തെയും ഓർത്തു. അല്ലെങ്കിൽ അവരെ കര ഉയർത്ത്. ദൈവവൈദ്യരെ, കർത്താവിന് വേണ്ടി നീ അധ്വാനിക്കുമ്പോൾ നിന്നെ സഹായിക്കാൻ ഇവിടെ ആരുമില്ലെങ്കിലും ദൈവത്തിന് വേണ്ടി അധ്വാനിച്ച നിന്നെ ദൈവം മറന്നു കളയത്തില്ല. മാതാപിതാക്കൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും, ബന്ധുമിത്രാദികളില്ലെങ്കിലും, ദേശത്താരുമില്ലെങ്കിലും, ശവക്കാരില്ലെങ്കിലും, ദേശനിവാസികൾ ആരുമില്ലെങ്കിലും, ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരുമില്ലെങ്കിലും, നീ കർത്താവിന് വേണ്ടി അധ്വാനിച്ചെങ്കിൽ ദൈവം നിന്നെ മറക്കത്തില്ല. ദൈവം നിന്നെ മറക്കത്തില്ല. ദൈവം നിന്നെ മറക്കത്തില്ല. ആരും തൻ്റെ ഭക്തന് ഒരാശ്വാസമായി മുമ്പോട്ട് വരാനില്ല, ആരും സഹായിക്കാൻ വരാനില്ല, ആരും ആശ്വസിപ്പിക്കാൻ വരാനില്ല. ആമേൻ. നോഹയുടെ പ്രയാസങ്ങളോ ഭാരങ്ങളോ അറിയാൻ ഈ ലോകത്തിൽ ആരും ഇല്ലാതിരുന്നപ്പോൾ തൻ്റെ ഭക്തനെ ദൈവം അറിഞ്ഞു. തൻ്റെ ഭക്തനെ ദൈവം ഓർത്തെങ്കിൽ, ദൈവത്തിന് വേണ്ടി നീ അധ്വാനിച്ചാൽ, നീ പ്രവർത്തിച്ചാൽ, ആരും നിനക്ക് വേണ്ടി ഈ ബഹറിൽ വരാനില്ലെങ്കിലും, നിന്നെ സഹായിക്കാനില്ലെങ്കിലും, നിന്നെ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും, നിന്നെ ആശ്വസിപ്പിക്കാനില്ലെങ്കിലും, ദൈവത്തിന് വേണ്ടി ഇറങ്ങിയ നിന്നെ അവൻ മറക്കത്തില്ല. സ്തോത്രം പറ. ഹല്ലേലൂയ. മറന്നോ? സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ അനുഭവം അറിയാമല്ലോ. 5 വട്ടം അറ്റാക്ക് വന്നു. ഒരു മനുഷ്യനും എൻ്റെ അടുക്കലില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അറിയാമല്ലോ, ഇവിടെ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വലിഞ്ഞ് ഇതേ വന്ന് പുൾപിറ്റ് മുകളിലോട്ട് പിടിച്ച് പ്രാർത്ഥിച്ച്. ദൈവമക്കളെ, കർത്താവ് മറന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് മറന്നില്ല കേട്ടോ. ഓപ്പറേഷൻ ചെയ്ത് ഇവിടെ കിടക്കുമ്പോഴത്തേന് അന്ന് പാസ്റ്റർ നേരത്തെ വരും. രാവിലെ വന്ന് എനിക്ക് ചായയും തിളപ്പിച്ച് വെള്ളവും എല്ലാം വെച്ച് ഫുഡും ഒക്കെ തന്നിച്ച് പുള്ളി പോകും. പിന്നെ ആരുമില്ല ഇവിടെ. ആരാധന എങ്ങനെ വലുതായിട്ട് കുറെ കഴിഞ്ഞപ്പോൾ പിന്നെ കൊറോണയൊക്കെ ആയി. പക്ഷെ ഞാൻ ഒന്ന് പറയാം, ആരുമില്ല, പക്ഷെ ദൈവം മറന്നില്ല. എൻ്റെ കൂടെ ഓപ്പറേഷൻ ചെയ്ത ഇവിടെ ന്യൂഡിയൻ സ്കൂളിൻ്റെ ഓർഡർ പുള്ളി മരിച്ചു പോയില്ലേ, ടി തോമസ് പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഡിസ്ചാർജ് ആയപ്പോൾ പുള്ളിയെ ഓപ്പറേഷൻ തീയിലോട്ട് കയറ്റുക, പുള്ളി മരിച്ചു പോയി. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറയാം. കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന നമ്മളെ സഹായിക്കാൻ ആരുമില്ലെങ്കിലും, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെങ്കിലും, ആശ്വസിപ്പിക്കാൻ ആരുമില്ലെങ്കിലും, അടുക്ക വരാൻ ആരുമില്ലെങ്കിലും, മറക്കാത്തൊരു ദൈവമുണ്ട്. മറക്കാത്തൊരു ദൈവമുണ്ട്.
നോഹയെ ദൈവം മറന്നില്ല. കാരണം അപ്പനില്ല നോഹയ്ക്ക്, അമ്മയില്ല, പെങ്ങന്മാരാരുമില്ല, ബന്ധുമിത്രാദികളില്ല, സഹായിക്കാൻ ആരുമില്ല, സഭയില്ല, ഒന്നുമില്ല. പക്ഷേ ദൈവം മറന്നില്ല. എന്താ കാര്യം? 8 വർഷം ദൈവത്തിന് വേണ്ടി അധ്വാനിച്ച ഭക്തനെ ദൈവത്തിന് മറക്കാൻ ഒക്കുവോ? അതുകൊണ്ട് ദൈവമക്കളെ, കർത്താവിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തീരുമാനിക്കുക. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, സുവിശേഷ വേല ചെയ്യാൻ, കർത്താവിന് വേണ്ടി കൊടുക്കാൻ, മേടിക്കാൻ, അധ്വാനിക്കാൻ, ചെയ്യാവുന്നത് ചെയ്യുന്നേ. നമ്മളെ കൊണ്ട് നമ്മുടെ ജോലി കളയണമെന്നൊന്നും ദൈവം പറയുന്നില്ലല്ലോ. ഈ ജോലിയൊക്കെ ദൈവം വിശാലമാക്കി തരും കേട്ടോ. ആമേൻ, ആമേൻ. അപ്പൊ നോഹയെ അനുഗ്രഹിച്ചതിന്റെ പുറയിലെ സംഭവങ്ങൾ കണ്ടോ നിങ്ങളെ? 9-ാം അധ്യായത്തിൽ നോഹയെ അനുഗ്രഹിച്ച് ഇതേ നമ്മൾ അറിയുന്നുള്ളൂ. ഈ അനുഗ്രഹം എങ്ങനെയാ വന്നതുള്ളത് കണ്ടോ? ഈ അനുഗ്രഹത്തിന് പുറയിൽ എത്ര വർഷമെടുത്തു, എത്ര വർഷം അധ്വാനിച്ചു, എത്ര വർഷം കർത്താവിന് വേണ്ടി നിന്നു, എത്ര ലക്ഷങ്ങൾ മുടക്കി. അദ്ദേഹത്തിന്റെ ഭാര്യയെ പോലെ ഏതെങ്കിലും ഒരു ദൈവദാസി ചെയ്യുവോ? രാവിലെയും വൈകിട്ടും ആനയുടെ തീട്ടം കോരുക, പശുവിന്റെ ചാണകം വാരുക, ഈ സിംഹത്തിന്റെ ചാണകം വാരുക. ആരാ അങ്ങനെ കർത്താവിന് വേണ്ടി ചെയ്യുന്നത്? ഹല്ലേലൂയ പറഞ്ഞേ. ആ ദാസിയെ ദൈവത്തിന് മറക്കാൻ ഒക്കുവോ? ആ മക്കളെ ദൈവത്തിന് മറക്കാൻ ഒക്കുവോ? ആ പെൺപിള്ളാരെ ദൈവത്തിന് മറക്കാൻ ഒക്കുവോ? അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, തൊട്ടടുത്ത വിശ്വാസി രോഗിയായി കിടന്നിട്ട് ഒന്ന് വിളിച്ചു ചോദിക്കാൻ പോലും പലരും തയ്യാറായിട്ടില്ല. പലരും വിസയില്ലാതെ ഭാരപ്പെടുമ്പോൾ ഒന്ന് വിളിച്ചിട്ട്, സഹോദരി, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം തരുമെന്ന് പറഞ്ഞ് ഒരാശ്വാസ വാക്കുപോലും തമ്മിൽ പറയാൻ ഇന്നത്തെ പല ഭക്തന്മാർക്കും കഴിയുന്നില്ല. സ്തോത്രം, സ്തോത്രം. ചെറിയ കാര്യത്തിന് പോലും അവർ കണക്ക് പറയുന്ന പലരും നമ്മുടെ സഭയിൽ ഇതുവരെ ആരും അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഇവിടെയൊക്കെ വളരെ അധ്വാനിക്കുന്നുണ്ട് ഓരോരുത്തരെ. എനിക്കറിയാം, തോമസ് ബ്രദറെ, നമ്മുടെ ജോർജ് ബ്രദറെ, സ്റ്റാൻലി ബ്രദറെ, അവരൊക്കെ ഇവിടെ വന്ന് ജയിച്ചാല് ഇവിടെ വന്ന് കണക്കില്ലാതെ കൊടുക്കുകയും മേടിക്കുകയും അധ്വാനിക്കുകയും വണ്ടി ഓടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരും കണക്ക് പറഞ്ഞിട്ടില്ല. എന്നാൽ കാനുക്കാണല്ലായിരുന്നപ്പോ ചിലര് കണക്ക് പറഞ്ഞു. എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വറീസ് ജോലി കഴിഞ്ഞിട്ട്, ആരാധന കഴിഞ്ഞിട്ട് ആളുകളെ കൊണ്ട് വണ്ടിയെ വിടുന്നതിന് അവര് കണക്ക് പറഞ്ഞു. 1 ദിനാറാകും പെട്രോൾ അടിക്കാൻ. 10 ദിവസം അടിക്കും, ഞങ്ങളുടെ 10 ദിനാറെ പോകുന്നു. സ്തോത്രം. ദൈവമക്കളെ, കർത്താവിന് വേണ്ടി 1 ദിനാറ് മുടക്കിയാൽ എത്ര ദിനാർ കർത്താവിന് തരാം? നോഹ എത്ര മുടക്കി? നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. സ്തോത്രം. നോഹയ്ക്ക് എന്തോ കിട്ടി? നോഹയ്ക്ക് കിട്ടിയത് ബൈബിളിൽ എഴുതിയിട്ടില്ല. പക്ഷെ നിങ്ങളൊന്ന് വായിച്ചു നോക്കി എന്തോ കിട്ടിയത്. പുതിയ ഭൂമിയിൽ ഇറങ്ങിയപ്പോ ആരേലും ഉണ്ടോ? പുള്ളിക്ക് ഇഷ്ടം പോലെ വെട്ടിയെടുക്കരുതോ? കോടിക്കണക്കിന് സ്വത്ത് തന്റെ മുമ്പിൽ ദൈവം തുറന്നിട്ട് കൊടുത്തില്ലേ? ഹല്ലേലൂയ പറഞ്ഞ് പെട്ടകം ആരാരത്ത് പർവ്വതത്തിൽ ഉറച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നോഹയ്ക്ക് ഇഷ്ടം പോലെ മുന്തിരിത്തോട്ടം ഉണ്ടാക്കാം. സ്തോത്രം പറഞ്ഞാട്ടെ. സ്വർണ്ണാഭരണങ്ങൾ ഇഷ്ടം പോലെ, ഈ മരിച്ചുപോയവരുടെ ആഭരണമെല്ലാം കിടപ്പുണ്ട്. അങ്ങനെ കണക്കില്ലാത്ത കോടികൾ ദൈവം കൊടുത്തു. 1 വർഷം ചാടാൻ ഭാര്യയുള്ളൂ, കോടിക്കണക്ക് രൂപ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, സമയത്തിന്റെ കണക്ക് പറയരുതേ, അധ്വാനത്തിന്റെ കണക്ക് പറയരുതേ, സാമ്പത്തികത്തിന്റെ കണക്ക് പറയരുതേ, ഒന്നും നമ്മൾ പറയരുതേ. ഇനി കൊടുത്തില്ലേലും കുഴപ്പമില്ല, മിണ്ടാതെ ഇരുന്നോണ്ടാ മതി. ദൈവശിക്ഷ മേടിക്കാൻ നോക്കണ്ട കേട്ടോ. സ്തോത്രം പറഞ്ഞ് അപ്പൊ നോഹയെ ദൈവം ഓർത്തു. 2 കാര്യം ഞാൻ പറഞ്ഞു. ഓർത്തതിന്റെ പുറകിൽ ഒരു 17 വർഷത്തെ വേലയുണ്ടായി ഈ പെട്ടകം ഉണ്ടാക്കാനും എടുക്കാനും. പിന്നെ അപ്പനും അമ്മയൊന്നുമില്ല. പിന്നെ ആടൊരു വാക്യം നിങ്ങൾ വായിച്ചായിരുന്നോ? വെള്ളം ഇറങ്ങി തുടങ്ങി. വെള്ളം ഇറങ്ങി, അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല അല്ലേ? മനസ്സിലായില്ല, പറയാം. ഈ കപ്പലിന് എഞ്ചിനില്ല, ഇതിന് പെട്രോൾ ഇല്ല, ഇതിന് കപ്പിത്താനില്ല. വെള്ളത്തിന്റെ കൂടെ ഇറങ്ങിപ്പോയാൽ തിരിച്ച് ഈ സാധനം ഇങ്ങോട്ട് വരത്തില്ല. ഹല്ലേലൂയ പറഞ്ഞ് വെള്ളത്തിന്റെ കൂടെ ഇറങ്ങി കടലിന്റെ നടുക്ക് ചെന്നാൽ പിന്നെ ഈ കപ്പൽ തിരിച്ചോടിച്ചോണ്ട് വരാൻ ഇതിനെന്തില്ല? എഞ്ചിനില്ല, ഇതിന് കപ്പിത്താനില്ല, ഇതിന് പെട്രോൾ ഇല്ല. അതുകൊണ്ട് ആ നടുക്കടലിൽ കിടന്ന് നോഹയും ചാകും, ഇവരെല്ലാം ചാകും. എന്നാൽ വെള്ളം ഇറങ്ങി തുടങ്ങിയപ്പോൾ തന്റെ ഭക്തനെ ദൈവം ഓർത്തു.
ഹല്ലേലൂയ പറഞ്ഞ് ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, പ്രശ്നത്തിന്റെ അകത്തേക്ക്, പ്രതികൂലത്തിന്റെ അകത്തേക്ക് മടങ്ങി വരാൻ കഴിയാത്ത ദൂരത്തേക്ക് ഈ കപ്പൽ പോയാൽ അത് മടങ്ങി വരികയില്ല. ആ മടങ്ങി വരാൻ കഴിയാത്ത ദൂരത്ത് പോയി ഈ കപ്പൽ തകരുമായിരുന്നു. എന്നാൽ തന്റെ ഭക്തനെയും കപ്പലിനെയും അതിലുള്ളതിനെയും ദൈവം ഓർത്തു. ഒരല്ലേലൂയ പറഞ്ഞ് ഈ രാത്രി ഞാൻ ചോദിക്കട്ടെ, പലപ്പോഴും പ്രതികൂലത്തിലേക്ക് പോയി ഒരിക്കലും വിടുതൽ കിട്ടാതെ വണ്ണം എന്നേക്കുമായി തകർന്നു പോകേണ്ട നമ്മളെ ആ സ്റ്റേജിലൂടെ തമ്പുരാൻ ഓർത്തില്ലേ? ഹല്ലേലൂയ പറ. കർത്താവ് ഓർത്തില്ലേ? ആ കടലിലേക്ക്, ആ കടലിന്റെ നടുവിലേക്ക് ഈ കപ്പൽ ഇറങ്ങിപ്പോകാൻ ദൈവം സമ്മതിച്ചോ? കർത്താവ് ഒരിക്കലും സമ്മതിച്ചില്ല. കർത്താവ് ഇതിനെ ആരാരത്തെന്ന പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി, ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മടങ്ങി വരാൻ കഴിയാതെ വണ്ണം തകർച്ചയിലേക്ക് പോയപ്പോൾ, പ്രതികൂലത്തിലേക്ക് പോയപ്പോൾ, പ്രതിസന്ധിയിലേക്ക് പോയപ്പോൾ അമ്മയപ്പനും പുറയിൽ ഓർക്കാനില്ലായിരുന്നു, ആരും പുറയിൽ ഓർക്കാനില്ലായിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവം നിന്നെ ഓർത്തു. അതിനൊപ്പം നീ പോകാൻ ദൈവം വിട്ടുകൊടുത്തില്ല. ആ വെള്ളം ഇറങ്ങിപ്പോകുന്ന കൂട്ടത്തിൽ ഈ കപ്പൽ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ പിന്നെ അതൊരിക്കലും മടങ്ങി വരില്ലായിരുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം തന്റെ ഭക്തനെ ഓർത്തു. ദൈവം തന്റെ ഭക്തനെ. ഇവിടെ ഇരിക്കുന്ന പലരോടും ഞാൻ പറയുന്നു, ഈ ബഹറിന്റെ പ്രദേശത്ത് ഇന്ന് നിനക്ക് ഇവിടെ നിൽക്കാൻ കഴിയാതെ പ്രശ്നത്തിലേക്ക് നീ പോയതാ. പക്ഷെ ദൈവം നിന്നെ ഓർത്തു. അങ്ങോട്ട് പോകാൻ നിന്നെ വിട്ടുകൊടുത്തില്ല. അതുകൊണ്ട് ആ ദൈവത്തിന് നന്ദി പറ. കണ്ണടച്ച് ഒരു നിമിഷം ഒന്ന് കൈയടിച്ചോര് ഹല്ലേലൂയ, ദൈവത്തിന് നന്ദി കൊടുക്കേ. ദൈവം ഓർത്തില്ലെങ്കിൽ ഇന്ന് ഈ സ്റ്റേജിൽ ഇരിക്കുവോ? ഇവിടെ ഇരിക്കുന്ന പലരുടെയും മരണവും അപകടങ്ങളും അനർത്ഥങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കഷ്ടങ്ങളും നഷ്ടങ്ങളും ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചിട്ട് എന്നേക്കുമായി നമ്മൾ തകർന്നു പോകേണ്ട സ്ഥാനത്ത് ഒരേ തമ്പുരാൻ നമ്മളെ ഓർത്തത് കൊണ്ടല്ലേ. ഒരു പോയിന്റ് ഉണ്ട്, പ്രസംഗിക്കത്തില്ല, അതുകൊണ്ട് പറയാം, തീരത്തില്ല, ബാക്കി അടുത്ത ആഴ്ച ഞാൻ പറയാം കേട്ടോ. ദൈവം ഓർത്തു. ആ ഒരു കാര്യം കൂടെ പറയാം. എപ്പോഴാ ഓർത്തത് അറിയാമോ നിങ്ങൾക്ക്? ഒരു വർഷമായി ഈ പെട്ടകം വെള്ളത്തിന് മുകളിൽ കൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. എന്താണ് പുറത്ത് നടക്കുന്നൊന്നും അറിയത്തില്ല, അകത്തെന്തുണ്ടെന്ന് നമുക്കറിയത്തില്ല. ആ നോഹയോട് പറഞ്ഞു, ഇതിങ്ങൾക്കുള്ള തീറ്റിയെല്ലാം അകത്ത് കരുതി വെച്ചോണമെന്ന് പറഞ്ഞു. ഒരു വർഷമായി. ദൈവം നോഹെ ഓർത്ത്. ഷീബാർഷിഷെ ഇങ്ങോട്ട് നോക്കണം കേട്ടോ. ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കരുത് കേട്ടോ. റീസുകൾ ഓരോരുത്തർ ശ്രദ്ധിക്കുക. ആമേ. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം അത് മലയാളത്തിൽ പറയുക കേട്ടോ. അതിനകത്ത് കാപ്പിപ്പൊടി തീർന്നു, പിന്നെ അരി തീർന്നു, ഗോതമ്പൊടി തീർന്നു. സ്തോത്രം. പിന്നെ പശുവിനും ആടിനും കഴുതയ്ക്കും ഒട്ടകത്തിനും പുലിക്കും ഒക്കെ കൊടുക്കാനുള്ള തീറ്റി തീർന്നു. സ്തോത്രം. ഒറ്റ വാക്കി പറയാ, ദാരിദ്ര്യം തുടങ്ങി. തന്റെ ഭക്തനെ ദൈവം ഓർത്തു. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവമക്കളെ, ഇന്ന് രാത്രി നീ ഓർക്കണം കേട്ടോ. നിന്റെ ജീവിതത്തിൽ പലപ്പോഴും എല്ലാം തീർന്ന് ദാരിദ്ര്യത്തിന്റെ കുഴിയിലേക്ക് നീ വീഴാൻ പോയപ്പോൾ സർവശക്തൻ നിന്നെ ഓർത്തില്ലേ? ഹല്ലേലൂയ പറ. ദൈവം ഓർത്തില്ലായിരുന്നെങ്കിൽ ആ പെട്ടകത്തിൽ മരണം നടക്കുമായിരുന്നു. പട്ടിണി കൊണ്ട് ആ ജീവികളൊക്കെ ചാകും. ഒരു വർഷമായി അതിന് തീറ്റി കൊടുത്ത് തീർന്നുകൊണ്ടിരിക്കുക. ഇനി തുടർന്ന് തീറ്റി കൊടുക്കാൻ അതിനകത്തില്ല. ആമേൻ. അതിനകത്ത് തീറ്റിക്ക് എന്തില്ല? ഇല്ല. അതിനകത്ത് നോഗയുടെ കുടുംബത്തിന് കഴിക്കാൻ ആഹാരമില്ല. ദൈവം തന്റെ ഭക്തനെ ഓർത്ത്. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ചില സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ദൈവം ഓർത്തില്ലേ? വിസി അടിക്കാൻ പൈസ ഇല്ലാഞ്ഞപ്പോ ദൈവം നിന്നെ ഓർത്തില്ലേന്നു. നിന്റെ വീട്ടിൽ ചില നന്മകൾ അരിയും അതുപോലെ ചില അനുഗ്രഹങ്ങളൊക്കെ തീർന്നു പോയപ്പോ ദൈവം ഓർത്തില്ലേ? കൊറോണ വന്നപ്പോ ദൈവം ഓർത്തില്ലേ? അനേക സന്ദർഭങ്ങളിൽ ദൈവം ഓർത്തത് കൊണ്ടല്ലേ ഇന്ന് നമ്മൾ ജീവനോടെ ഇരിക്കുന്നത്.
ഹല്ലേലൂയ. ദൈവം ഓർത്തില്ലെങ്കിൽ അതിനകത്ത് മരണം നടക്കും. കാരണം ഇനി ആ പെട്ടകം കരക്കടിപ്പിച്ചില്ലെങ്കിൽ പട്ടിണി കൊണ്ട് ആൾക്കാർ ചാകും. അതുകൊണ്ട് പലപ്പോഴും സാമ്പത്തിക ദാരിദ്ര്യങ്ങളും പലപ്പോഴും ഇല്ലായ്മകളും ബുദ്ധിമുട്ടുകളും പുറത്തു പറയാൻ കഴിയാതെ അകത്തും ഞരങ്ങിക്കൊണ്ടിരുന്നപ്പോൾ തന്റെ ഭക്തനെ ദൈവം ഓർത്തു, ആ കുടുംബത്തെ ദൈവം ഓർത്തു. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇനിയുള്ള സമയം നമ്മള് ദൈവത്തെ ആരാധിക്കാൻ പോവുക. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും അനുഗ്രഹം എന്ന് പറയുമ്പോൾ എടുത്ത് ചാടരുതേ. അനുഗ്രഹത്തിന്റെ പുറകിൽ ഇതുപോലെ അനേക സംഭവങ്ങളുണ്ട് കേട്ടോ. നോഹയെ അനുഗ്രഹിക്കപ്പെട്ടതിന്റെ പുറകില് 10-18 വർഷത്തെ വലിയ കഷ്ടപ്പാടിന്റെ സുവിശേഷ വേല ആ ഭക്തൻ ചെയ്തിട്ടുണ്ട്. അനേക ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ട്. അബ്രാഹാം അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ അതിന്റെ പുറകിൽ കർത്താവിന് വേണ്ടി വലിയ വേലകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ബാബിലോൺ വിട്ടിട്ടുണ്ട്, ബന്ധുമിത്രാദികളെ മാറ്റിയൊക്കെ നിർത്തി ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അബ്രാഹാമിനെ അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ ചാടിക്കേറി ആരും വീഴരുത്. എല്ലാ കണ്ണുകളും അടയട്ടെ. എല്ലാരും കണ്ണടച്ചല്ലോ, എല്ലാരും കണ്ണടച്ച